വെറും 150 രൂപ കൊണ്ട് ഒരു കിഡിലൻ ഡ്രീം കേക്ക്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ ഡ്രീം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. രുചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതൊക്കെ മേലെ എന്ന് പറയേണ്ടി വരും. 4 പ്രധാന ചേരുവകളാണ് നമുക്കതിനായിട്ട് വേണ്ടത്. 30ൻ്റെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, അതുപോലെ 1 കവർ പാല്, 10ൻ്റെ 1 കവർ ബൂസ്റ്റ്, അതുപോലെ 40ൻ്റെ 1 ഡയറി മിൽക്ക്. അപ്പോൾ ഇത്രയും ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ശേഷം അതിനുള്ളിൽ ആ ഒരു ക്രീം മാത്രമായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഈ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് മുഴുവൻ ജാറിൽ കൊള്ളാത്തത് കൊണ്ട് 2 തവണകളിലായിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് മുഴുവൻ പൊടിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതോടൊപ്പം തന്നെ അവശേഷിച്ച ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടി ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ 2 തവണകളിലായിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് മുഴുവൻ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് പൊടിയുടെ നേർപകുതി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതിനും ബാക്കി പകുതി കേക്ക് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതുമാണ്. ഇനി ചെയ്യേണ്ടത് ഈ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പൊടിയിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് ഈ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് പൗഡറിൻ്റെ നേർപകുതി അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യാനുസരണം പാല് കൂടി ചേർത്ത് നമുക്ക് ഈ ബാറ്റർ ഒരല്പം കട്ടിയോടുകൂടി തന്നെ കലക്കിയെടുക്കാം. ആദ്യമേ കൂടുതലായിട്ട് പാലങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം പാല് ചേർത്ത് കൊടുക്കുക. കേക്കിനാവശ്യമായ ബാറ്റർ ഈ കാണുന്നത് പോലെ തീരെ കട്ടിയുമല്ല അതുപോലെ ലൂസുമല്ലാത്ത തരത്തിൽ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബാറ്റർ നല്ലതുപോലെ എണ്ണ തടവിയ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കേക്കിന് ആവശ്യമായ ബാറ്ററൊക്കെ റെഡിയാക്കി ഈ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അടിക്കട്ടിയുള്ള ഉരുളിയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലൊരു റിങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മേലെയായി നമ്മുടെ ആ ഒരു ട്രേ വെച്ച് കൊടുക്കുക. ശേഷം പാത്രം അടച്ചു വെച്ച് ഏകദേശം ഒരു 40 മിനിറ്റോളം തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ഇതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പച്ച ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതിയാവും. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഈ ഡ്രീം കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ കേക്ക് നമ്മൾ തയ്യാറാക്കാനെടുത്ത അതേ ട്രേയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ട്രേ അല്ലെങ്കിൽ പാത്രമായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാകുക. എന്തായാലും നമുക്കതില്ലാത്തത് കൊണ്ട് ഈ ട്രേയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ശേഷം ഇതേമാതിരി ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു സിറപ്പ് കേക്കിൻ്റെ ഉൾവശത്ത് ഇറങ്ങിച്ചെല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണിത്. അതൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം 50 ml വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. തീരെ അങ്ങ് കുറുകി പോകരുത്, നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാവും. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അത് നമുക്കിതോടൊപ്പം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതും കൂടി ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഈ കേക്കിന് ആവശ്യമായ ക്രീം തയ്യാറാക്കി എടുക്കുകയാണ്. അതിനുവേണ്ടി വേറെ ക്രീമൊന്നും അന്വേഷിക്കേണ്ട. നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൽ നിന്ന് അടർത്തിയെടുത്ത ആ ഒരു ക്രീമുണ്ടല്ലോ, അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതോടൊപ്പം തന്നെ 150 ml പാലും കൂടി ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്ത അതേ പാനിലേക്ക് തന്നെയാണ് ഇതും ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ. ക്രീം ചൂടേറ്റ് ഇതുപോലെ അലിഞ്ഞ് കുറുകി വരുമ്പോഴേക്കും ഇനി നമുക്കിത് തയ്യാറാക്കി മാറ്റി വെച്ച കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ച ബിസ്ക്കറ്റ് പൊടിയുടെ ആ ഒരു പകുതി ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് പൊടിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ലെവലാക്കി കൊടുക്കുക. തീരെ അങ്ങ് അമർത്തി ലെവലാക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അടിയിലത്തെ ക്രീമൊക്കെ അങ്ങ് പൊതഞ്ഞു പോകും. അതുകൊണ്ട് ഒരല്പം സോഫ്റ്റായിട്ട് വേണം ലെവലാക്കി കൊടുക്കാൻ. അതുപോലെ ഈ ചേർത്ത് കൊടുക്കുന്ന ബിസ്ക്കറ്റ് പൊടിയുടെ മേലെയായിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മളതങ്ങ് വിട്ടുപോയി. കാരണം ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ക്രീം തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് പാനിൽ ബാക്കിയുണ്ടെന്നുള്ള കാര്യം ഓർമ്മിച്ചില്ല. അപ്പോൾ ആ ഒരു സിറപ്പ് കൂടി ഓർമ്മിച്ച് ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് അലിയിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ പാനിലേക്ക് ഡയറി മിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അല്പാൽപമായിട്ട് പാലൊഴിച്ച് ഒരല്പം കട്ടിയോടുകൂടി തന്നെ വേണം നമുക്ക് ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് അലിയിച്ചെടുക്കാൻ. അതുപോലെ ഇങ്ങനെ അലിയിച്ചെടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം.
ഇനി ഇങ്ങനെ അലിയിച്ചെടുത്ത ചോക്ലേറ്റ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച കേക്കിലേക്ക് ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ഡയറി മിൽക്ക് ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ 1 ഡയറി മിൽക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ശേഷം ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരല്പം ബൂസ്റ്റ് കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഡ്രീം കേക്ക് റെഡിയായി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചും അല്ലാതെയും കഴിക്കാം. പക്ഷേ ഫ്രീസറിൽ വെക്കരുത്, അങ്ങനെയാണെങ്കിൽ കഴിക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഇവിടെ എടുത്തിട്ടുള്ള ട്രേ അത് ഇത്തിരി വലുതായതുകൊണ്ട് ഇച്ചിരി ഗ്ലാമർ കുറയും. എന്തായാലും ടേസ്റ്റിനൊട്ടും കുറവ് വരില്ല. ഈ പറഞ്ഞതുപോലെ നല്ല സൂപ്പറാണ് സംഭവം.